എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഓർഡർ ഉണ്ടേനും എന്താ ഓർഡർ, എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിത് 2-3 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടെന്ന്. വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ട് പക്ഷേ വീഡിയോ ഇടുവാൻ പറ്റിയില്ല. ഇന്നാണ് അതിനൊരു സമയം ഒത്തു വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. എനിക്ക് അന്ന് പകലും രാത്രിക്കെല്ലാം ഓർഡർ ഉണ്ടേനും. പകൽ കൽത്തപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടേനും. അതിന് വേണ്ടിയിട്ടുള്ള അരി ഞാനിവിടെ കൂട്ട് റെഡിയാക്കുന്നുണ്ട്. പിന്നെ കൽത്തപ്പ ചൂടുന്നതൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ നിസ്കരിച്ച് കൽത്തപ്പവും ചായയെല്ലാം കുടിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയത്. ഞാൻ അടുക്കളയിൽ പോയിട്ട് ആദ്യം എടുത്ത പണി അടുപ്പ് കത്തിച്ചിക്ക. കാരണം ഇതെല്ലാം അടുപ്പിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ലിവറെല്ലാം കുടുക്കയിൽ തന്നെ ഉണ്ടാക്കിയാലും എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ സംഭവങ്ങളെല്ലാം ഞാൻ വൈകുന്നേരം തന്നെ റെഡിയാക്കി വെച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, വെല്ലുള്ളി, തക്കാളി എല്ലാ ആവശ്യത്തിനുള്ള ഒരു ബോക്സിലാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടു. ആദ്യം തന്നെ ഞാൻ കോഴി എടുത്ത് നന്നായിട്ട് അരിപ്പയിലിട്ട് ഊറ്റിയെടുത്ത് പിന്നെ മഞ്ഞളും മുളകും അതിന് വേണ്ട സംഭവങ്ങളെല്ലാം മിക്സിയിൽ നിന്ന് നല്ലോണം അരച്ചെടുത്തിട്ട് ഈ കോഴിയിലേക്ക് ഈ അരപ്പ് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് ഒരു മണിക്കൂറോളം തേച്ച് പിടിപ്പിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂട് തട്ടിച്ചാൽ പെട്ടെന്ന് കോഴി പൊരിക്കുമ്പോൾ നല്ലോണം പൊരിഞ്ഞ് വരും. അല്ലെങ്കിൽ ഒരു ബന്ധ് കിട്ടാത്തതിൻ്റെ തൊട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഒട്ടും വെള്ളയില്ലാണ്ട് പോയിക്കണം, അല്ലെങ്കിൽ വെള്ളം ഒരു കറി പരുവത്തിലായിപ്പോവും. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ഞാനെടുത്തത് ലിവർ ഉണ്ടായിരുന്നു. അത് റെഡിയാക്കി ഇനി അത് അടുപ്പത്തേക്ക് വെക്കാം. ഇത് റെഡിയാക്കി വരുമ്പോഴത്തേക്കിന് കോഴി നന്നായിട്ട് ചൂടായി വന്നിക്ക്. ലിവർ ഞാൻ കുടുക്കയിലാണ് ഉണ്ടാക്കുന്നത്. അതായത് വലിയ കറി ഉണ്ടാക്കുന്ന കുടുക്കയിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിപ്പം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പത തട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം വലിഞ്ഞ് അത്യാവശ്യം ഇതൊരു നല്ല ഒരു സെറ്റായിട്ട് വരും. ഇപ്പം ഇങ്ങനെ കണ്ടാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുടുക്കക്ക് പാകത്തിലാവും. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ചെറിയ ഉള്ളിയാണ്. പിന്നെ ഞാൻ മട്ടൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്ത് വെച്ച്. പിന്നെ ഇതാ മട്ടൻ എന്ന് പറഞ്ഞാൽ രണ്ടടക്കകത്ത് ഉണ്ടാക്കി കൊടുക്കാനും ഓർഡർ. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് ഇടക്കകത്തിട്ടിട്ട് മഞ്ഞളും വെള്ളം ഒഴിച്ചിട്ട് അത് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ആവശ്യത്തിനുള്ള ഉള്ളി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് പെട്ടെന്ന് സെറ്റാക്കിയാൽ നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് പരിപാടിയും കഴിച്ച് പോവാം. ഇതാ നമ്മളെ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലിവർ വെന്ത് നല്ല സെറ്റായി വന്ന് ഉള്ളിയൊന്നും കാണുന്നേ ഇല്ല. പിന്നെ കോഴി പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മട്ടൻ കറീൻ്റെ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടിയെടുക്കുന്നുണ്ട്. ലിവർ പിന്നെ ഒന്ന് വറവ് വെച്ച് പത്തിൽ ചൂടുന്നുണ്ട്. പിന്നെ 2 ഇടക്കകത്തും കുക്കറിന് വിസിലടിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അത് വേവിച്ച് അതിലുള്ള വറുത്ത തേങ്ങയെല്ലാം അരച്ച് സെറ്റാക്കി. ചുരുക്കം പറഞ്ഞാൽ 2:45 മണിയായി ഞാൻ അടുക്കളയിൽ നിന്നൊന്ന് ഫ്രീ ആകുമ്പോൾ. അങ്ങനെ ഇതാ അടുക്കളയെല്ലാം നല്ല ക്ലീനാക്കി എന്നിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോയിക്കുള്ളൂ. എന്നിട്ട് രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് പിന്നെയും പാത്രമെല്ലാം എടുത്ത് എല്ലാം പാത്രത്തിലിട്ട് ബോക്സിലിട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാം പാത്രത്തിലെല്ലാം ഇട്ട് നല്ലോണം സെറ്റാക്കി ഒരു 5-5:30 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ സുബഹി നിസ്കരിക്കുമ്പോഴത്തേക്ക് ഒരെത്തിക്ക് അപ്പോഴത്തേക്ക് ഇതെല്ലാം ഞാൻ ബോക്സിലാക്കി അങ്ങ് കൊടുത്ത്. കറി എന്താ പറയുക,
ഇതാ ഈ ഒരു ഉരുളിച്ചമ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും നല്ലോണം കവർ ചെയ്തിട്ട് അതും കൊടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.